നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയാണ് എങ്കിൽ നിരവധിയാർന്ന ഗുണഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇത് പലരുടെയും അനുഭവം തന്നെയാണ് എന്നതും വാസ്തവം തന്നെയാണ്. ഇന്ന് ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങൾ, കേൾക്കാവുന്ന ശുഭകരമായ വാർത്തകൾ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു. ഇപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് ഹനുമാൻ സ്വാമിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുരിതങ്ങൾ അകന്ന് ശുഭകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഏവരും പതുക്കെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ ആദ്യം കാണുന്ന ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എഴുതുക. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമവും എഴുതാവുന്നതാണ്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും അതേപോലെ തന്നെ ഹനുമത് പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പരാമർശിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രമാണ് ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ ഭയമുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രയാസത്താലോ മറ്റു പല കാരണങ്ങളാലോ വന്നു ചേർന്നിരിക്കുന്ന ഭയവും വിഷമവുമാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം. ഏത് കാര്യത്തെയും നേരിടാനുള്ള ശക്തി, മനോബലം നിങ്ങൾക്ക് വന്നു ചേരും. നീതിന്യായ കാര്യങ്ങളിൽ നിങ്ങൾ വിജയം നേടും എന്നാണ് മറ്റൊരു ഫലം പറയുന്നത്. പിതൃദോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ അത് കുറഞ്ഞു തുടങ്ങുന്നു എന്നുകൂടി ഫലമായി പറയുവാൻ സാധിക്കും. അതിനാൽ പിതൃദോഷത്താൽ വന്നു ചേർന്നിരിക്കുന്ന ചില ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറഞ്ഞു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ മുൻപിൽ പല രീതിയിലുള്ള മാർഗങ്ങൾ തെളിയാൻ പോവുകയാണ്. തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ നീങ്ങും. സമൃദ്ധി, സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും പിന്നിൽ നിന്നും കുത്തു ലഭിച്ചവർ അഥവാ ചതി സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ആ കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ എത്താതെ മാറിപ്പോയ അവസരങ്ങൾ, കയ്യെത്തും ദൂരത്ത് നഷ്ടമായ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ നടക്കും. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരും. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ ഒഴിഞ്ഞ് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. മുൻപ് കഷ്ടപ്പെട്ടിട്ടും ശരിയായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമായി തുടങ്ങും. എല്ലാ തടസ്സങ്ങളും അത് എത്ര വലുതാണ് എങ്കിൽ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. തടസ്സങ്ങൾ അനായാസം തരണം ചെയ്യും. ഏത് പ്രശ്നത്തിനും പെട്ടെന്ന് പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സൽബുദ്ധി ജീവിതത്തിൽ തെളിയുന്ന അവസരങ്ങൾ വന്നു ചേരും. മാർഗം കൂടുതൽ വ്യക്തമാവുകയും ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു. വലിയ നേട്ടങ്ങൾ തന്നെ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ തീർച്ചയായും ഹനുമാൻ സ്വാമിയെ നിത്യവും ആരാധിക്കുകയും
ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. പ്രത്യേകിച്ചും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന ഈ സമയം ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സ്വാമിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. മംഗളകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ നിലവിലെ തൊഴിൽ മാറാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. ഏത് കാര്യവും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ, ഹനുമാൻ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. വിദേശത്തേക്ക് ജോലി നോക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഇഷ്ടവിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നും ഫലമായുണ്ട്. പലപ്പോഴും തൊഴിൽ തടസ്സങ്ങളാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. എന്നാൽ ഒരു പരിധിവരെ ഇത്തരത്തിൽ തൊഴിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതാകുന്നു. പുതിയ തൊഴിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം. വിചാരിച്ച കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. കൂടാതെ നിങ്ങൾ തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന വിശേഷപ്പെട്ട കാര്യം ചെയ്യേണ്ടതാകുന്നു. പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും സവിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരുപാട് ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ സഹായിച്ചവർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായി മാറിയിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു. പലപ്പോഴും നിങ്ങൾ അറിയാത്ത നിരവധിയാർന്ന ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിൽ ഈ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്ന് തന്നെയാണ് ഫലം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ 3 മാസത്തിനുള്ളിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകളുണ്ട്. എന്നാൽ ഇത്തരം കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഭാഗ്യം അല്പം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ദുഃഖങ്ങൾ വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ പലപ്പോഴും തളർന്ന് ഇരുന്നിട്ടുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള തളർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നത് വാസ്തവമായിരുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കും. വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതുമായി സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതായത് പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള വഴികൾ തെളിയുന്നതാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ അല്പം കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർത്തിരിക്കുക. ഏറെക്കുറെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അവയെല്ലാം മാറുന്ന സമയമാണ് ഇനി. സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അവർക്ക് മുൻപിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ദീർഘനാളായി ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയും നിത്യവും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഭഗവാന്റെ 3ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സൽസന്താന യോഗത്തിന് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകും എങ്കിലും നടക്കുവാൻ അല്പം കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ഉയർച്ചകൾ, ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വീട് മോടി പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഇത്.
കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വിഷമതകൾ ഉണ്ട് എങ്കിൽ അത്തരം വിഷമതകൾ വഴിമാറി പോകുവാൻ സഹായകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. ഈ സമയം തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. നിങ്ങൾക്കൊപ്പം ആരുമില്ലാത്ത അവസ്ഥ ചില അവസരങ്ങളിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾക്കൊപ്പം ആരെല്ലാം ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. ഈശ്വര വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൈവരിക്കണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അവസരമായതിനാൽ തന്നെ വലിയ കാര്യങ്ങൾ തന്നെ ഭഗവാൻ നിങ്ങൾക്കായി മാറ്റി വച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും നിരാശയും അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളുകൾക്കുള്ളിൽ മാറുകയും സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കഷ്ടതകൾ അനുഭവിച്ചാലും ഭാവിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉറപ്പായും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആലസ്യമുണ്ട് എന്നത് വാസ്തവമാകുന്നു. മടി മാറ്റിവെച്ച് പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങി കർമ്മനിരതരാവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കഠിനാധ്വാനത്തോടെ നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹം കൂടി കൂടെയുള്ളതിനാൽ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ താൽക്കാലികമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആ വിഷമതകൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. തീർച്ചയായും ഭഗവാനെ ഈ നിമിഷം ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സാധിക്കുന്ന ഏവരും ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക.